ഈ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 വർഷത്തെങ്കിലും പഴക്കം തോന്നില്ലേ? പക്ഷേ 4 വർഷമേ ആയിട്ടുള്ളൂ ഇത് നമ്മൾ വാങ്ങിയിട്ട്. നമ്മുടെ ഉപയോഗത്തിന്റെ ഗുണം കൊണ്ടാണ് ഇത് ഇങ്ങനെ ആയിപ്പോയത്. മഴയത്തും വെയിലത്തും ഒക്കെ കവർ ചെയ്യാതെ കൊണ്ടുവച്ച് കളർ മൊത്തം ഫെയ്ഡായി കണ്ടു കഴിഞ്ഞാൽ ഒരു ആക്രി ലുക്കിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഈ കളർ ഫെയ്ഡ് മാറ്റിയെടുക്കാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി ഇതാ ഈ കാണുന്ന ടർട്ടിൽ വാക്സ് ട്രിം റീസ്റ്റോറർ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് തേച്ച് പിടിപ്പിക്കാനായിട്ട് ഇതാ ഈ കാണുന്ന മൈക്രോ ഫൈബർ ക്ലോത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. തേച്ച് പിടിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഇത് നല്ല രീതിയിലൊന്ന് കുലുക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ആദ്യമേ നമ്മുടെ മിററിന്റെ പോർഷനിൽ അടിക്കാം. അതാകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിയെടുക്കാം. തേക്കുമ്പോൾ തന്നെ അത് ബ്ലാക്ക് കളർ നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്ത് വരുന്നുണ്ട്. അതിപ്പം വില കുറഞ്ഞൊരു പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമേ ഈ ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുക. 75 രൂപയ്ക്ക് ഒരു ലിക്വിഡ് സ്പോഞ്ച് വാങ്ങി ഞാൻ ഇതിൽ തേച്ച് പിടിപ്പിച്ച് നോക്കിയായിരുന്നു. അന്നേരവും ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ബ്ലാക്ക് കളർ പ്രൊജക്ട് ചെയ്ത് വന്നു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യം ഉണ്ടായിരുന്നതിനെക്കാട്ടിലും കളർ ഫെയ്ഡ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഈ ഒരു പോർഷൻ കണ്ടു, ഓൺലൈനിൽ നോക്കിയിട്ട് നമ്മളൊരു പരീക്ഷണം നടത്തിയതാണ്. മൊത്തം നരച്ച് കുളമായി പോയി. നമ്മുടെ വാക്സ് ഉപയോഗിച്ചതിന് ശേഷമാണ് ദാ ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ വണ്ടിയുടെ കളർ നല്ല രീതിയിൽ ഫെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഒരു 2 തവണയെങ്കിലും ഈ ഒരു വാക്സ് അപ്ലൈ ചെയ്യുക. നമുക്ക് ഒറ്റ തവണ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കഴുകിയിട്ട് വെയിലത്ത് കൊണ്ട് വെച്ചതാണ് ഉണങ്ങാൻ വേണ്ടി. അവിടെ വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു വാക്സ് അപ്ലൈ ചെയ്തത്. വെയിൽ കൊണ്ട് പെട്ടെന്ന് വാക്സ് ഉണങ്ങിപ്പോയി. അങ്ങനെ പെട്ടെന്ന് ഉണങ്ങിപ്പോകാൻ പാടില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം കൊടുത്താൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് 2 തവണ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കോട്ട് അടിച്ചതിന് ശേഷമുള്ള ഒരു റിസൾട്ടാണ് ഈ കാണുന്നത്. രണ്ടാമത്തെ കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ദാ ഈ ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യത്തേനെക്കാട്ടിൽ നല്ല രീതിയിൽ കളർ ഫെയ്ഡ് ഒക്കെ മാറി നല്ലൊരു ബ്ലാക്ക് കളർ നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. ഇതിനി എത്ര നാൾ ഇങ്ങനെ നിലനിൽക്കും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ട ഒന്നാണ്. ബാക്ക് പോർഷനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നൽകിയത്. ഈ ഒരു പോർഷൻ നല്ല രീതിയിൽ ഫെയ്ഡ് ആയിട്ടിരുന്നതാണ്. ഇപ്പോൾ ആ ഒരു കളർ ഫെയ്ഡ് എല്ലാം മാറി നല്ലൊരു ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതുമായിട്ട് നമ്മൾ ടൗണിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചത് വണ്ടി മാറി എടുത്തു എന്നാണ്. കാരണം ആദ്യം അത്രയ്ക്ക് നരച്ചിരുന്നതാണ്. കളറൊക്കെ മാറി ഒരു ബ്ലാക്ക് കളർ കണ്ടപ്പോൾ ചോദിച്ചതാണ്. എന്തായാലും നല്ല രീതിയിൽ കളർ ഫെയ്ഡ് മാറിയിട്ടുണ്ട്. ഫൈബർ പോർഷനിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഇത് മഴയത്തും വെയിലത്തും ഒക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെ ആയിരിക്കും, നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. അതിപ്പോൾ എത്ര വലിയ പ്രൊഡക്റ്റ്, എത്ര വില കൂടിയ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞാലും ഫൈബർ പോർഷനിലൊക്കെ അടിച്ചതിന് ശേഷം വീണ്ടും മഴയത്തും വെയിലത്തും ഒക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ ആകാനാണ് സാധ്യത. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈനിൽ കയറി മേടിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു ലിങ്ക് ബയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വാങ്ങാൻ താല്പര്യമുള്ളവർ കയറി വാങ്ങുക, ഉപയോഗിച്ച് നോക്കുക.